എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ആ ചേച്ചിയുടെ നോട്ടം. സിനിമ നല്ലായിരുന്നു, നല്ല രസമുള്ള ഒരു മൂവിയായിരുന്നു, ത്രില്ലർ അടിപൊളിയായിരുന്നു. താന്തോന്നിയും ഐസിയും രണ്ടും എടുത്ത ഏതാണ്? ഒപ്പത്തിനൊപ്പം തന്നെയാണോ? ലാസ്റ്റ് ട്വിസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ കണക്ട് ചെയ്ത് വന്നു. ആ കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു, ക്ലൈമാക്സ് ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ശരിക്കും ക്ലൈമാക്സ് ആണ് കിട്ടും, ക്ലൈമാക്സ് ആണ്. അതായത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഒത്തിരി നമ്മൾ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കുറേ സസ്പെൻസ് ഉണ്ടായിരുന്നു. ഒരു 14 വർഷത്തിന് ശേഷം താന്തോന്നിയുടെ സംവിധായകൻ എടുത്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമ തന്നെയാണ്, എന്റർടൈനറാണ്. മൊത്തം പടം നല്ല പടം, കൊള്ളാം, അടിപൊളി സെറ്റപ്പാണ്, സൂപ്പർ ആയിട്ടുണ്ട്. കുറച്ചാളെങ്കിലും അടിപൊളിയായിരുന്നു. നല്ല പടമാണെന്നേ, അടിപൊളിയാണ്. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഫൈറ്റ് ആണോ? എല്ലാം കൊണ്ടും മൊത്തത്തിൽ പ്രേക്ഷകരോട് ഇത് കാണുന്ന പ്രേക്ഷകരുണ്ടാവുമല്ലോ, അപ്പൊ ചേട്ടൻ എന്താ അഭിപ്രായം? പ്രേക്ഷകരോട് കണ്ടിരിക്കേണ്ട പടവും വേറെ എനിക്കൊന്നും പറയാനില്ല. കാരണം എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളിയാണ്. എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു? ബിബിൻ ചേട്ടന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് സിനിമകളിൽ നായകനായതാണ്. ഇതിൽ എങ്ങനെയുണ്ടായിരുന്നു ഇമോഷണൽ രംഗങ്ങളൊക്കെ? ബിബിൻ ചേട്ടൻ്റെ അഭിനയം അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജെയിൻ സാറ് നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മുരളി ഗോപി ചേട്ടനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മുരളിച്ചേട്ടനെ പിന്നെ പറയണ്ടല്ലോ, നല്ല അഭിനയമായിരുന്നു. അതാണോ ഭയങ്കര ഉദ്യോഗം നിറഞ്ഞൊരു നിമിഷമായത്? മുരളിച്ചേട്ടൻ അങ്ങനെ പോസ്റ്ററിലൊന്നും അങ്ങനെ ഫോട്ടോ വന്നിട്ടില്ലല്ലോ. പിന്നെ ഒരു ക്യാമറ റോൾ പോലെ നന്നായിരുന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. താന്തോന്നിക്ക് ശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ സംവിധായകൻ ഒരു മൂവി എടുത്തത്. അപ്പൊ അതിൽ ബിബിൻ ചേട്ടൻ നായകനായി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലൊരു പെർഫോമൻസ് ഒക്കെ? പെർഫോമൻസ് ബേസ് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് ആവുന്ന രീതിയിൽ തന്നെ ആ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് പടം പോയേക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ട്വിസ്റ്റ് കുഴപ്പമില്ല, നല്ല ട്വിസ്റ്റിൽ തന്നെ ചെയ്തേക്കണം. സെക്കൻഡ് ഹാഫിലാണ് ട്വിസ്റ്റ് എല്ലാം നമുക്ക് ക്ലിയർ ആയി വരുന്നത്. അതുവരെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കും, ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്നുള്ളത്. നമുക്ക് ഒരു എത്തുമ്പോഴത്തും കിട്ടാത്ത രീതിയിലാണ് ഫസ്റ്റ് ഹാഫ്. അത് കഴിയുമ്പോഴാണ് പിന്നെ അത് ക്ലാരിറ്റി വരുന്നത്. നല്ല സിനിമ, നല്ല സിനിമ. അതിൽ കൂടുതൽ എന്താണ് പറയാൻ? നല്ലൊരു ത്രില്ലറാണ്. കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ കാണുന്നത്. നല്ല ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, ഒരുപാട് ട്വിസ്റ്റുകൾ. ബിബിൻ ചേട്ടൻ അടിച്ചു പൊളിച്ചോ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? ഇഷ്ടപ്പെട്ടു. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ആ ചേച്ചിയുടെ നോട്ടം. ചേച്ചിയുടെ നോട്ടമാണ് നമ്മളെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന ഒരു നോട്ടാണോ? ആ ചേച്ചിയാണ്. ഭയങ്കര ട്വിസ്റ്റുകളുണ്ട് പടത്തിൽ. അതെന്ത് തോന്നി? ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ തോന്നിയോ? ബിബിൻ ചേട്ടനോ? നായകൻ ബിബിൻ ജോർജ് ചേട്ടൻ മൊത്തത്തിൽ ഇഷ്ടായി. പടം കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിലാണ് അവസാനിപ്പിച്ചത്. ഒരിക്കലും അങ്ങനെ അവസാനിക്കും എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. നന്നായിട്ടുണ്ട്. സംവിധായകൻ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്. കാസ്റ്റിങ്ങിനെ കുറിച്ച് എന്താ പറയാ? ബാബുരാജ് ചേട്ടൻ, മുരളി ഗോപി ചേട്ടൻ, അതാണ് അവരുള്ളതുകൊണ്ടാണ് ആ ഒരു പഞ്ച് സിനിമ കിട്ടിയത്. മൊത്തത്തിൽ നന്നായിട്ട്. സിനിമ നല്ലായിരുന്നു, നല്ല രസമുള്ള ഒരു മൂവിയായിരുന്നു, ത്രില്ലർ അടിപൊളിയായിരുന്നു. അപ്പന്റെ മൂവി അച്ഛനല്ലേ? 14 വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററിൽ കംബാക്ക് ആയിട്ട് വരുന്നുണ്ട്. ലൈക്ക് ആഫ്റ്റർ താന്തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി ഇതാണ് ഐസിയു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. ആദ്യം മുതൽ അവസാനം വരെ ട്വിസ്റ്റ് ഉണ്ടോ? എങ്ങനെയാണ്? ട്വിസ്റ്റ് ഉണ്ട്. പ്രേക്ഷകർക്ക് എപ്പോഴും എന്താ ട്വിസ്റ്റ് ആയിട്ടുള്ള, എപ്പോഴും ട്വിസ്റ്റ് ആണെങ്കിൽ അതിൽ ഒരുപാട് ട്വിസ്റ്റ്, സെക്കൻഡ് ഹാഫിലൊക്കെ ഇങ്ങനെ ട്വിസ്റ്റുള്ള പടങ്ങൾ കാണാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ കാണുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? പടം കണ്ടൊരു പ്രേക്ഷകർ എന്തായാലും അങ്ങനെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. എന്തായാലും ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ബിബിൻ ചേട്ടനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ നായികയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫസ്റ്റ് പടം തോന്നില്ല, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മുരളി ചേട്ടനും ബാബുരാജ് ചേട്ടനും വരുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണല്ലോ, അതിൻ്റെ അടുത്ത് പറയാതിരുന്ന. ബിബിനും നായികയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ, അതായത് വലിയ പരസ്യം വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു കൊച്ചുപടം. എന്നാലും ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ. നമ്മളിങ്ങനെ എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ബിബി നല്ലോണം ചെയ്തിട്ടുണ്ട്. നായിക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നായിക പ്രാധാന്യമുള്ള പടം കൂടിയാണത്. മുരളിച്ചേട്ടനും അതുപോലെ തന്നെ ബാബുരാജ് ചേട്ടനും തമ്മിലുള്ള ഫൈറ്റ് സീനൊക്കെ ഭയങ്കര, അതെല്ലാം നന്നായിട്ടുണ്ട്. അതായത് ചെറിയ പടമാണെങ്കിലും ചെയ്തേക്കണ എല്ലാം അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ആയാലും നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും കാണണമെന്നാണ് പറയണത്.
അപ്പോൾ ബിബിൻ ചേട്ടൻ ശരിക്കും നായികക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ബിബിൻ ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് കട്ടക്ക് ഇങ്ങനെ നിന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, നായിക നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബിബിനോടൊപ്പം തന്നെ അവളും ചെയ്തിട്ടുണ്ട്. അവർ പടം നന്നായി വരണമെങ്കിൽ എല്ലാവരും ഒന്നാണോല, അതിനനുസരിച്ച് എല്ലാം നന്നായി വരണം. ശരി. എങ്ങനെയുണ്ടായിരുന്നു മൂവി ICU? നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു, എല്ലാവരും കാണണം. നല്ല സിനിമയാണ്. ആദ്യം മുതലേ ഒരു ട്വിസ്റ്റ് നമ്മളിങ്ങനെ പിടിച്ചിരുത്തു ഓരോ രംഗങ്ങളും. ഉറപ്പായിട്ടും ക്ലൈമാക്സിൽ ഇങ്ങനെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നല്ലതായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നോ? ആയിരുന്നു. എല്ലാവരും കാണുക. ശരി. പടം നല്ല ത്രില്ലിംഗ് ആണ്. ഒരു സസ്പെൻസ് എലമെൻറ്റ് ഒട്ടും പ്രേക്ഷകർക്ക് പിടികൊടുക്കാത്ത രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇറ്റ്സ് എ വെൽ മെയ്ഡ് മൂവി. പ്രത്യേകിച്ചും താന്തോന്നി പോലൊരു സിനിമയുടെ സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളത് എങ്ങനെ വരും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിരുന്നു. ഓക്കെ. താന്തോന്നിയും ICU രണ്ടും എടുത്ത ഏതാണ്? ഒപ്പത്തിനൊപ്പം തന്നെയാണോ? അങ്ങനല്ല, രണ്ടും രണ്ട് ജോണറാണ്. ഒന്നാമത് മറ്റതൊരു മാസ് മൂവിയാണ്, പക്ഷേ ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. വേറൊരു ജോണർ, വേറൊരു ജോണറാണ്. അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പടം കുറച്ച് എന്താ പറയുക, ഒരു 3 വർഷം മുന്നേ ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ കാലത്തിന് കാണുമ്പോൾ അത് വളരെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു. പഴകുന്നോറും വീര്യം കൂടുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് തോന്നിയോ? അങ്ങനെ ചോദിച്ചാൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. അതാണ്, അത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടാവും. മോൻ ICU കണ്ടോ? ഇഷ്ടപ്പെട്ട പടം? പടം കണ്ടിരിക്കുക ആദ്യം തൊട്ട്? കുഴപ്പമില്ല, ബോറടിച്ചില്ല. കൊള്ളാം, നന്നായിട്ട്. നല്ല ഫിലിമാണ്. പിന്നെ മോളുണ്ടായിരുന്നു, അപ്പോൾ അവൾ ഇതുപോലെ പറഞ്ഞു ആളൊന്നും കൂടി ഡീപ് സ്ലീപ്പ് ആവണമായിരുന്നു എന്നൊക്കെ അവളുടെ ഒരു ഇത് പറഞ്ഞു. കൊള്ളാം, നന്നായിട്ട്. ട്വിസ്റ്റുകൾ നല്ല രീതിയിൽ, ലാസ്റ്റ് ട്വിസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ കണക്ട് ചെയ്ത് വന്നു. അടിപൊളിയായിരുന്നു. നന്നായിരുന്നു. ICU എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. നല്ല പടം ആണ്. ത്രില്ലർ ആണോ എന്ന് ചോദിച്ചാൽ ഇരുത്തുന്നുണ്ട് നമുക്ക്. ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സ്ലോ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് വേണ്ടപ്പെട്ട കുറേ പേര് അതിലുണ്ടായിരുന്നു. അപ്പോൾ കസിനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ബട്ട് അത് അല്ലെങ്കിൽ നൈസാണ്. ജോർജ് സാർ കുറേ നാളിന് ശേഷം വരുന്നൊരു പടവും കൂടെ ആയതുകൊണ്ട് ആകാംക്ഷ ഉണ്ടായിരുന്നു, എന്താണ് അതിലൊരു ഹിഡൻ എലമെൻറ്റ് എന്താണെന്നുള്ളത്. അത് ക്ലൈമാക്സിനകത്ത് പ്രേക്ഷകർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിലൊരു എലമെൻറ്റ് ഇതിലുണ്ട് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. ആദ്യം സ്ലോ ഫേസ് പോയിട്ട് പിന്നെയാണ് യെസ് അത് നമുക്ക് ആദ്യമേ ക്യാരക്ടേഴ്സിനെ ഒന്ന് രജിസ്റ്റർ ആക്കി. അപ്പോൾ ഇതിൽ കുറേയൊക്കെ ഒരു എന്താ പറയുക, ടൈം ഗ്യാപ്പ് പോലെയാണ്, നോൺ ലീനിയർ ആ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതും നല്ലൊരു ഇതാണ്. അപ്പം നമുക്കിപ്പം സ്ഥിരം കാണുന്നത്, ഇപ്പം മലയാള സിനിമയിൽ പറയാലോ ഓരോ ദിവസം പുതിയ സംഭവങ്ങളാണല്ലോ വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് അമേസിങ്. നമുക്കൊന്ന് ഇരുന്ന് കാണാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. ശരിക്കും എൻജോയ് ചെയ്തു. നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നി. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു. ഇനി ഇങ്ങനത്തെ സിനിമകൾ വേണം. ബിബിൻ ചേട്ടന് ഒപ്പത്തിനൊപ്പം തന്നെ നിന്നിട്ടുള്ള ലേഡി ക്യാരക്ടറിനാണ് കുറച്ചുകൂടി പെർഫോം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രഷർ ആയതുകൊണ്ട് നമ്മൾ ഇത്ര പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ശരിക്കും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഹീറോയിൻ്റെ. ശരിക്കും സൂര്യ നിർമ്മിച്ച ഉറിയടിയിലെ നായിക കൂടിയാണ് വിസ്മയ. ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു. നല്ലൊരു മൂവിയായിരുന്നു. കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഗുണ്ടകളൊക്കെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല രീതിയിൽ പെർഫോം നല്ലായിരുന്നു. നല്ല മൂവിയായിരുന്നു. എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. നായികക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഗേൾസ് ഒക്കെ കണ്ടിരിക്കേണ്ട മൂവിയാണ്. നല്ലായിരുന്നു. ആരുടെ മുരളിച്ചേട്ടനും അതുപോലെ തന്നെ ബാബുരാജേട്ടനൊക്കെ വന്നപ്പോഴും ബിബിൻ ചേട്ടനും എല്ലാവരുടെ ഈക്വൽ ആയിട്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. നല്ലൊരു പടമായിരുന്നു. കണ്ടിരിക്കാൻ കൊള്ളാം. ട്വിസ്റ്റ് ഉണ്ടായോ? ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച കൂടുതൽ ഉണ്ടായിരുന്നു കാണാൻ. ലേഡീസിന് കാണാൻ പറ്റിയൊരു മൂവിയാന്ന് എല്ലാവരും പറഞ്ഞു. കാരണം ഭയങ്കര പ്രാധാന്യം, ആക്ട്രസിനാണ് കൂടുതലും ഒരു പ്രാധാന്യം അതിലുള്ളത്. ICU എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയായിരുന്നു. വുമൻസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലത്തെ ഒരു മൂവി ആയിട്ട് തോന്നി. പിന്നെ പുതിയ ആക്ട്രസ് ആണെങ്കിലും നന്നായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഓവറോൾ കാണാം. സെക്കൻഡ് ഹാഫെല്ലാം നല്ല രസമുണ്ടായിരുന്നു. താന്തോന്നിക്ക് ശേഷം ജോർജ് സാർ എടുത്തതാണ്. അപ്പൊ അത് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു രണ്ട് ഡിഫറെന്റ് മൂവീസാണ്, ജോണറാണ്. രണ്ടും ഡിഫറെന്റ് മൂവീസാണ്. ഇത് വേറൊരു ഇതും താന്തോന്നി അങ്ങനെ കമ്പയർ ചെയ്യാനുള്ള ഒരു ഇതൊന്നുമില്ല. പക്ഷെ നല്ല മൂവിയാണ്. വൺ ടൈം. ട്വിസ്റ്റ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തയാണോ? എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റുകളുണ്ട്. നല്ലൊരു മൂവിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. ഗേൾസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഗേൾസ് പവർ കാണിക്കുന്ന ഒരു മൂവിയാണ്. നല്ല മൂവി. ത്രില്ലറായിരുന്നു. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാൻ. ത്രില്ലറാണോ പൊതുവെ ഇഷ്ടം? ത്രില്ലറായ മൂവി കാണുന്നത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ.
സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എങ്ങനെയാണ്? എനിക്ക് സെക്കൻഡ് ഹാഫിൽ പീക്കായിട്ട് വരുന്നത് തോന്നി. അത്യാവശ്യം കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സ് അത്യാവശ്യം ത്രില്ലറായിരുന്നു. തന്നെ നല്ല മൂവിയായിരുന്നു. ഹീറോയിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂവിയായിട്ടാണ് തോന്നിയത്. എല്ലാവരും നല്ലോണം അഭിനയിച്ചു. നല്ല മൂവിയായിരുന്നു. ക്ലൈമാക്സ് നല്ല രസമുണ്ടായിരുന്നു. ട്വിസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. നല്ല രസം. ബിബിൻ ചേട്ടനും നായികയും തമ്മിലുള്ള നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു. നല്ല മൂവിയായിരുന്നു. നമ്മൾ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഒത്തിരി നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കുറേ സസ്പെൻസ് ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ അവരെല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തു. നായികയും ബിബിൻ ജോർജ് തമ്മിലുള്ള ഒരു എന്താ പറയുക സോങ്ങും ആ ഒരു പ്രണയ രംഗങ്ങളും ഒക്കെ ഇതൊക്കെ നല്ലായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ബാബുരാജേട്ടൻ എങ്ങനെയുണ്ട്? അത് നമ്മള് എല്ലാ ഫൈറ്റ് സീൻസും നല്ലതായിരുന്നു. ICU എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. നല്ല സിനിമയാണ്. ഉറിയടിയിലെ നായിക കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ്. വിസ്മയ എങ്ങനെയുണ്ടായിരുന്നു നായിക? കൊള്ളായിരുന്നു. നല്ല ആക്ടിങ്. മൊത്തത്തിൽ എന്താ ഇഷ്ടപ്പെട്ടത്? ട്വിസ്റ്റ് ആണോ അതോ സസ്പെൻസ് ആണോ? ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് വന്നത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൊള്ളായിരുന്നു. ത്രെഡുകൾ മാത്രമുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഒരു ഹാഫ് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് അതിൻ്റെ എല്ലാം കണക്ട് ചെയ്തതിലൊരു പടമായിട്ട് മനസ്സിലായത്. ശരിക്കും ക്ലൈമാക്സ് ആണ് ക്ലൈമാക്സ് ക്ലൈമാക്സ് ആണ്. അതായത് ഫസ്റ്റിലെ ഒരു ലോജിക്കലായ്മ എന്താണെന്നുള്ളത് നമ്മൾ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് നമ്മൾ അതിനകത്തൊരു ട്വിസ്റ്റ് അറിയാം. ശരിക്കും ഒരു ഗേൾ പവറാണ് പടം. ഡയറക്ടറിന്റെ ബ്രില്യൻസ് വരുന്നത് ലാസ്റ്റ് ആണ്. അതെ, ലാസ്റ്റ് ആണ്. ആ ഒരു നമ്മളിലേക്ക് ഇത്രയും ലോജിക്കായിട്ട് പോയ സാധനം അവിടെ ആ ഒരു ലോജിക്കലായ്മ എന്താണെന്ന് നമ്മൾ ഫീൽ ചെയ്തു. അപ്പോൾ അതിനെ ലീഡ് ചെയ്തൊരു ക്ലൈമാക്സ് ആണ്. ശരിക്കും അതാണ് മെയിൻ. നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി ആ ഒരു ഇത് കണ്ടപ്പോഴേക്കും.